വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറയുകയാണ് വയനാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയാണ് പ്രശ്നമെങ്കിൽ ഇന്ന് കാട്ടാനക്കൂട്ടം ആ പ്രദേശത്തുള്ളവർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നു. ജനജീവിതത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയ ആശങ്കയോടുകൂടിയാണ് ആ മേഖലകളിലുള്ളവരൊക്കെ തന്നെ കഴിയുന്നത്. വയനാട് പനമരം മേച്ചേരിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകളെ വനംവകുപ്പിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാടുകയറ്റാൻ കഴിഞ്ഞത്. ഇന്നലെ കടുവ, ഇന്ന് കാട്ടാനക്കൂട്ടം, നാളെ എന്തൊക്കെയെന്ന് കാത്തിരുന്ന് കാണണം. വന്യമൃഗപ്പേടി ഒഴിയാത്ത നാടായി മാറിയിരിക്കുന്നു ഇപ്പോൾ വയനാട്. ഇന്നലെ തമ്പടിച്ചതാണ് മേച്ചേരിയിലെ തോട്ടത്തിൽ കാട്ടാനകൾ. ഒന്നും രണ്ടുമല്ല, ഒരു കുട്ടിയാനയടക്കം 8 ആനകൾ. അവ കൃഷിയിടങ്ങളിൽ തുടരുകയായിരുന്നു. രാവിലെ നാട്ടുകാരാണ് ആനകളെ കണ്ടത്. വനം വകുപ്പിനെ വിവരമറിയിച്ചു. മുത്തങ്ങയിൽ നിന്നുള്ള RRT സംഘമടക്കം സ്ഥലത്തേക്ക് കുതിച്ചെത്തി. പിന്നെ കണ്ടത് കാട്ടാനകളെ തുരത്തുന്ന ദൗത്യം. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കാട്ടാനകളെ പ്രദേശത്ത് നിന്ന് തുരത്താനായത്. വയലിലൂടെ നടന്ന് കബനിയുടെ കൈവഴിയായ ചെറുപുഴ മുറിച്ചു കടന്ന് കാട്ടാനക്കൂട്ടം കാടുകയറി. ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നെയാണ് നമ്മൾ അറിവിൽ അന്നിവിടെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ആന നമ്മളറിവിൽ വരുത്തു തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ആനയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ പ്രദേശത്തായിട്ട്. പുഞ്ചവയൽ ദാസനക്കര വനമേഖലയിൽ നിന്നാണ് ഇവിടേക്ക് കാട്ടാനക്കൂട്ടം എത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഒറ്റയാനെ കണ്ട അനുഭവമുണ്ടെങ്കിലും ഇത്രയധികം ആനകൾ ഇന്നാട്ടിൽ ആദ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെൽവയലുകളും കാപ്പിയും മറ്റു വിളകളുമെല്ലാമുള്ള മേഖലയാണ് ഇവിടം. ആഴ്ചകളുടെ അകലത്തിൽ മാത്രം ലോകം കേട്ട വയനാടൻ ഗ്രാമങ്ങളുടെ പേരുകൾ: വാഗേരി, മൂടക്കൊല്ലി, കൂടല്ലൂർ, CC, ചുളുക്ക, ബീനാച്ചി, കൊളകപ്പാറ, ചൂരിമല, പുൽപ്പള്ളിയിലെ മുള്ളൻകൊല്ലി, ഒടുവിൽ പനമരത്തെ മേച്ചേരി. എല്ലാം വന്യമൃഗങ്ങൾ ഇറങ്ങിയതിൻ്റെ പേരിലാണ്. നാട്ടുകാർക്ക് മാത്രമല്ല, വനം വകുപ്പിനും ഇത് രക്ഷയില്ലാ കാലം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാം അവരുടെ പ്രതികരണങ്ങൾ. എല്ലാവരും പേടിച്ചിരുന്നു. പക്ഷേ ഫോറസ്റ്റുകാർ വന്ന് എല്ലാവരോടും വീട്ടിലേക്കൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അവർ നല്ലോണം ചെയ്തുമല്ല. കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെ വന്ന് അങ്ങനെ തന്നെ. ഇല്ല, ചക്കയുള്ള സമയത്താണ് കൂടുതൽ വരാറ്. അങ്ങനെ അധികം ആനശല്യമുള്ള സ്ഥലമല്ല. ഒരു ആന വന്നു ഇവിടെ വന്നിട്ട് ഈ കുന്നിൽ പിന്നെ ഒരു ചങ്ങായി കാണാൻ ചെന്ന് അവനെ പിടിച്ച് പട്ടയടിക്കുമ്പോൾ അടിച്ച് ചവിട്ടിക്കൊന്നു. ആനയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 3 പേരെ കൊന്നായിരുന്നു, ഒരു പശുവിന്. നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഭീതിപൂർണ്ണമല്ലാത്തൊരു ജീവിതം ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഫോറസ്റ്റ് അധികൃതരും ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ പ്രവർത്തനം സ്പീഡപ്പാക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.